ശുശ്രൂഷ കഴിയുന്നതുവരെ നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഇനി എഴുന്നേൽക്കരുത് എന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുന്നു. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. വായിക്കാം. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാത്യു അച്ഛ, പ്രിയപ്പെട്ട ജോസഫ് അച്ഛ, സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. എടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടി നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ചൂട് മാറാൻ ആഗ്രഹിച്ച് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ സൂപ്പറായിട്ട് ഈശോയെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സുഖമാണോ? ചൂടുണ്ടോ? ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങോട്ടുള്ള യാത്രയിലാണ്? ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നതിനുള്ള ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഈശോയെ പോലെ ആകണം. അപ്പോൾ നമ്മൾ എങ്ങോട്ടുള്ള യാത്രയിലാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നതിനുള്ള യാത്രയിലാണ്. ജീവിതം നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ജീവിതം ഒരു യാത്രയാണ്. എങ്ങോട്ടുള്ള ജീവിതം ഒരു യാത്രയാണ്, അത് കുഴപ്പമില്ല. ഇത് എങ്ങോട്ടുള്ളതാണെന്ന് അറിയണ്ടേ? എങ്ങോട്ടുള്ള യാത്രയാണ്? ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നതിനുള്ള യാത്രയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇടക്കിടക്ക് ഉറക്കം എഴുന്നേറ്റ് പറയണം, നമ്മുടെ ജീവിതം എങ്ങോട്ടുള്ള യാത്രയാണ്? ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നതിനുള്ള യാത്രയിലാണെന്ന്. അല്ലെങ്കിൽ എന്താ കുഴപ്പം? നമ്മൾ ഇടയ്ക്ക് വെച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. നമുക്ക് എത്തേണ്ട സ്ഥലമായി എന്ന് വിചാരിക്കും, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. അല്ലെങ്കിൽ വണ്ടി മാറി കയറും. നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾക്ക് പല അപകടങ്ങൾ സംഭവിക്കും. വണ്ടി മാറി കയറിയാൽ പോയില്ലേ? ചിലപ്പോ ദൈവീക ജീവനിൽ ലയിച്ചു ചേരാനുള്ള യാത്ര തുടങ്ങിയ ആള് ഇപ്പൊ കയറിയിരിക്കുന്ന വണ്ടി പാതാളത്തിലേക്കുള്ള ഈ വണ്ടി കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് ചോദിക്കുന്നത്, ചേട്ടാ ഈ വണ്ടി എങ്ങോട്ടാ പോകുന്നത്? ഇത് നരകത്തിലേക്കുള്ള വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ദൈവീക ജീവനിൽ യാത്രയിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ ഒരു കാര്യം ഉറപ്പുവരുത്തണം. എന്താണത്? ഞാൻ യാത്ര ചെയ്യുന്നത് ദൈവീക ജീവനിലേക്കുള്ള വാഹനത്തിലാണെന്ന് ഉറപ്പുവരുത്തണം. ഇപ്പൊ നമ്മൾ ഏത് വണ്ടിയിലാണ്? പാപത്തിലേക്കുള്ള വണ്ടിയിൽ ഇരിക്കുന്നവരുണ്ടോ ഇവിടെ? നരകത്തിൽ ഈ പോക്ക് പോയാൽ, ഈ വണ്ടി ഈ പോക്ക് പോയാൽ അവിടെ എത്തും. ഈ പോക്ക് പോയാൽ സ്വർഗത്തിലെത്തുമോ? ഇല്ല എന്ന് ചില ആളുകൾ പറയുന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക, ദൈവീക ജീവനിലേക്കുള്ള യാത്രയിലാണ്. ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? യൂണിയൻ വിത്ത്
ഗോഡ്. ഹല്ലേലൂയ. ഇനി ദൈവീക ജീവനിൽ ലയിച്ചു ചേരണമെങ്കിൽ നമ്മൾ ആരെ പോലെയാകണം? ആരെ പോലെയാകണം? ഈശോയെ പോലെയാകണം. അതാണ് നമ്മൾ ഈശോയെ പോലെ ആകുന്നതിന് എന്ത് വേണം? ഈശോയെ കണ്ടുകൊണ്ടിരിക്കണം. നമ്മൾ വായിച്ചില്ലേ, കണ്ണാടിയിൽ എന്നതുപോലെ അവിടുത്തെ മഹത്വം കണ്ടുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈശോയെ പോലെ ആകോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അച്ഛന് ഭയങ്കര പ്രലോഭനം. ഇടക്കിടക്ക് എടുത്ത് യൂട്യൂബ് നോക്കാൻ. എന്തിനാന്നറിയാവോ? മുഖ്യമന്ത്രി ആയോ? അച്ഛൻ ഇന്നലെ ഒരു സഹോദരനോട് പറഞ്ഞു, അച്ഛൻ ഈ ദിവസങ്ങളിൽ ഭയങ്കര പ്രലോഭനം. ഒരു 2 മണിക്കൂർ കൂടുമ്പോ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ കൂടുമ്പോ ഒന്ന് ഫോൺ എടുത്തിട്ട് യൂട്യൂബിൽ മുഖ്യമന്ത്രി ആയിട്ടില്ല, ശരി. എന്നാലും അതൊരു പ്രലോഭനമാണ് അല്ലേ? നിങ്ങൾക്കുണ്ടായോ അങ്ങനെ? സെയിം പിച്ച്. ഹല്ലേലൂയ. അപ്പോൾ പിന്നെയാണ് അച്ഛൻ ആലോചിച്ചത്, നമ്മളെ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഹോളി നമ്മൾ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ 6 ആഴ്ചകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധമായ ജീവിതത്തെ കുറിച്ചാണ്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റി നിർത്തുക എന്നതാണ്. സെറ്റ് അപ്പാർട്ട്. ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെടുക എന്നതാണ്. അത് ശരീരത്തിന്റെ വിശുദ്ധി മാത്രമല്ല, മനസ്സിന്റെ വിശുദ്ധി കൂടെയാണ്. ഈ ലോകത്തിന്റെ വ്യാപാരങ്ങളിൽ നിന്ന്, അതിനെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠകളിൽ നിന്ന്, താല്പര്യങ്ങളിൽ നിന്ന് ദൈവം നമ്മെ മാറ്റി വേർതിരിച്ച് കർത്താവിന് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആനന്ദം എന്ന് പറയുന്നത് ആരാണ്? ഈശോയാണ്. മുഖ്യമന്ത്രി ആരായി എന്നുള്ളതല്ല നമ്മളുടെ ആനന്ദം. നമ്മൾ ഈ വാർത്ത അറിയുമ്പോൾ നമുക്ക് എന്തിനു വേണ്ടിയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ വാർത്ത ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുന്നത്? അറിയുമ്പോൾ ഒരു ആനന്ദം, അത്രേ ഉള്ളൂ. അറിയുമ്പോൾ ഒരു സന്തോഷം. ആനന്ദം എന്ന് പറഞ്ഞില്ലെങ്കിലും അറിയുമ്പോൾ സുഖം. അതിനു വേണ്ടിയാണ്, ഇല്ലേ? അപ്പോൾ അമ്മ ത്രേസ്യ നമ്മെ പഠിപ്പിച്ചത് എന്താണ്? നീ ആർക്കു വേണ്ടി കാത്തിരിക്കണം? കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ അവിടത്തെ കണ്ടെത്തുന്നു. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. നമ്മുടെ ആനന്ദമുള്ളത് എവിടെയാണ്? അതാ ത്രേസ്യ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആനന്ദമുള്ളത് എവിടെയാണ്? ഉള്ളിന്റെ ഉള്ളിലാണ്. ആനന്ദമുള്ളത് യൂട്യൂബിലല്ല, വാർത്തയിലല്ല, പുറത്തല്ല. ആനന്ദമുള്ളത് ഉള്ളിന്റെ ഉള്ളിലെ ദൈവ സാന്നിധ്യത്തിലാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ആത്മനാഥനിൽ ആനന്ദം കൊള്ളാനുള്ള തീരുമാനമാണ് അമ്മ ത്രേസ്യയുടെ ആത്മീയ യാത്രയുടെ അടിസ്ഥാനം. എന്താണ് പറഞ്ഞത്? ഒന്ന് പറഞ്ഞേ. ആത്മനാഥനിൽ, അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മനാഥനിൽ ആനന്ദം കൊള്ളാനുള്ള തീരുമാനമാണ് അമ്മ ത്രേസ്യയുടെ ആത്മീയ യാത്രയുടെ അടിസ്ഥാനം. അപ്പൊ നമ്മളുടെ ആത്മീയ യാത്രയുടെ അടിസ്ഥാനം ഒരു തീരുമാനമാണ്. എന്താണ് ആ തീരുമാനം? എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ ഈശോയിൽ ഞാൻ സന്തോഷിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പൊ ആത്മീയ യാത്രയുടെ അടിസ്ഥാനം 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടുക എന്നുള്ളതല്ല. നാളെ റിസൾട്ട് വരികയാണ്. 10ാം ക്ലാസ്സിൽ റിസൾട്ട് കാത്തിരിക്കുന്നവര് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് കൈവക്കി. നാളെ റിസൾട്ട് വരാനായിട്ടുള്ളവര്. ഓക്കെ, ശരി, നല്ല കാര്യം. റിസൾട്ട് ഫുൾ A+ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ മോളെ ഇങ്ങോട്ട് നോക്കിയേ. ഫുൾ A+ വന്നിട്ട് മോളുടെ ഏറ്റവും നല്ല ഫോട്ടോ എടുത്തിട്ട്
ഫ്ലക്സിൽ ഇങ്ങനെ PD സതീശൻ നിൽക്കുന്ന പോലെ എങ്കിൽ പിണറായി വിജയൻ ഇരിക്കുന്ന ഇല്ല, അത് വേണ്ട, തോറ്റിരിക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതല്ല നമ്മളുടെ ആത്മീയ യാത്രയുടെ ലക്ഷ്യം. ആത്മനാഥനിൽ, ഈശോയിൽ ആനന്ദം കൊള്ളുക എന്നതാണ്. അതിൽ ഒരു A+ കുറഞ്ഞു പോയി എന്ന് വിചാരിക്കെ നിങ്ങൾക്ക് സങ്കടമാകുമോ? മോളെ, ഒരു A+ കുറഞ്ഞ സങ്കടമാവോ? കുട്ടി മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഒരു A+ കുറഞ്ഞാലും സങ്കടമാവുകയില്ല, ഒറ്റ A+ കിട്ടിയില്ലേലും സങ്കടമാവുകയില്ല. കാരണം നമ്മുടെ ആനന്ദം, അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ആരാണ്? ഈശോയാണ്. ആത്മനാഥനിൽ ആനന്ദം കൊള്ളാനുള്ള ഒരു തീരുമാനമാണ് ആത്മീയ യാത്രയുടെ അടിസ്ഥാനം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ ഒരു തീരുമാനമുള്ളത് കൊണ്ടാണ് ഈ നട്ടുച്ച നേരത്ത് A+ കിട്ടിയില്ലേലും കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോ 4 പിള്ളേർ എഴുന്നേറ്റ് പോകും. എന്നാ പിന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്തിനാന്ന് അവർക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താ നമ്മൾ പറഞ്ഞത്? ആത്മനാഥനിൽ ആനന്ദം കൊള്ളാനുള്ള ഒരു തീരുമാനമുള്ളത് കൊണ്ടാണ് നട്ടുച്ച നേരത്ത് എത്ര ചൂടുണ്ടെന്ന് പറഞ്ഞാലും, മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈശോയിൽ ആനന്ദം കൊള്ളാൻ ഒരു തീരുമാനമുള്ളത് കൊണ്ടാണ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. ഈ ലോകത്തിലുള്ള എന്തെങ്കിലും കാര്യം നേടിയെടുക്കാമെന്ന ഒരു ധാരണയിലല്ല നമ്മൾ ഈശോയേന്ന് വിളിക്കുന്നതും കൈയടിക്കുന്നതും തുള്ളിച്ചാടുന്നതുമെല്ലാം. കാരണം ഈശോ എൻ്റെ ആനന്ദമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈശോയുടെ സാന്നിധ്യമാണ് നമ്മുടെ ആനന്ദത്തിന്റെ കാരണം. പ്രിയപ്പെട്ടവർ, അച്ഛൻ ആലോചിച്ചിട്ടുണ്ട്, ചില അമ്മച്ചിമാര് കുറച്ചു നേരം TV കാണാമെന്ന് വിചാരിച്ച് വന്നിരിക്കും. അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചാനൽ വെക്കും. അപ്പോഴേക്കും പിള്ളേര് വരും. അമ്മ കാലത്ത് തുടങ്ങി ഒരു 5 മിനിറ്റ് വിശ്രമിക്കാന്ന് വിചാരിച്ച് അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു കാര്യം കാണാമെന്ന് വിചാരിച്ചപ്പോഴാണ് കൊച്ചുങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഭർത്താവ് വരുന്നു. അവര് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പിന്നെ നിങ്ങളുടെ കയ്യിൽ റിമോട്ട് കിട്ടുമോ? അവരവരുടെ എടുത്തിട്ട് വെക്കും. പിന്നെ അമ്മ അവിടെ തന്നെ ഇരിക്കും, എന്തെങ്കിലും ആവട്ടെ കണ്ട അല്ലേ? അമ്മ സന്തോഷിക്കുന്നത് ആ കാണുന്ന കാര്യത്തിലല്ല. ഭർത്താവും മക്കളൊക്കെ അടുത്തുണ്ടല്ലോ, അത് മതി. അല്ലെങ്കിൽ വീട്ടില് ഒരു സിനിമക്ക് പോകാൻ തീരുമാനിക്കുമ്പോ ആരെങ്കിലും അമ്മയോട് ചോദിക്കാറുണ്ടോ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള സിനിമ ഏതാണ്, നമുക്ക് അതിന് പോകാമെന്ന് എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇനി എന്നെങ്കിലും പറയോ? ഒന്നില്ലെങ്കിൽ ഭർത്താവ് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ മക്കൾ തീരുമാനിക്കുന്നു, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അമ്മ കഷ്ടപ്പെട്ട് കാര്യം മാറി അതിനകത്ത് കയറിയിരിക്കും. ഇതല്ലേ സംഭവിക്കുന്നത്? പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോഴും അമ്മ അത് ആസ്വദിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ സാന്നിധ്യമാണ്. അമ്മ ആനന്ദിക്കുന്നത് ഈ കാണുന്ന കാര്യത്തിലൊന്നുമല്ല, തനിക്ക് ഇഷ്ടമുള്ള സിനിമ കാണുന്നതുകൊണ്ടൊന്നുമല്ല. അമ്മ മക്കളുടെ കൂടെ, ഭർത്താവിന്റെ കൂടെ, കുടുംബത്തിന്റെ കൂടെ ഒരു യാത്ര, അത്രേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് ആത്മീയ ജീവിതത്തിലെ ഈ അപ്ലൈ ചെയ്യുക. ഈ ലോകത്തിലുള്ള പലതും കിട്ടിയിട്ടൊന്നുമല്ല നമ്മൾ സന്തോഷിക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു സത്യത്തിലാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പോരാ, ചങ്കുപൊട്ടി വിളിക്കട്ടെ, ഹൃദയം ഉരുകി വിളിക്കട്ടെ, മനസ്സ് തുറന്ന് വിളിക്കട്ടെ. അപ്പോൾ നമ്മൾ ദൈവം മാത്രം മതി എന്ന് പറയുകയാണ്. ഒരു മകള് +1 പഠിക്കുന്ന മകളാണ്. ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരനോടൊന്നുമല്ല, കൂട്ടുകാരിയോട്. എന്തിനാടി നീ ഇങ്ങനെ ഇത്രയും നേരം ഇങ്ങനെ വെറുതെ ചപ്പും ചവറൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ? ഒരു സുഖം. എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു സുഖം.
ഈ സുഖം തേടി ആരിലേക്കാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്? മനുഷ്യരിലേക്കാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, രണ്ടാം തരം വികാരങ്ങളിലേക്ക് പോകും. നമുക്ക് ഒന്നാം തരം സന്തോഷവുമുണ്ട്, രണ്ടാം തരം സന്തോഷവുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മകള് വിവാഹമോചനം ചെയ്യാൻ തീരുമാനിച്ചു. അവള് തീരുമാനിച്ചതിന് ശേഷം അച്ഛന്റെ മുറിയിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. അച്ഛൻ ചോദിച്ചു, മോളെ എന്താ കാരണം, എന്താണ്? അവള് പറഞ്ഞു, ഇനി അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് പറ. ഞങ്ങൾ തമ്മിൽ കുറച്ചു നേരം ഇരുന്നൊന്ന് വർത്തമാനം പറയാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വീട്ടിൽ നിന്ന് അമ്മ വിളിക്കും അയാളാ. ഇവര് വിദേശത്താണ്. എന്നിട്ട് ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് അയാൾ അമ്മയുടെ ഫോൺ എടുക്കാൻ പോകും. അങ്ങനെ 10-20 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വരും. അപ്പോഴേക്കും ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ എന്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഇവർക്ക് ഒരു കുഞ്ഞായിട്ടില്ല, ഒരു ദാമ്പത്യ ധർമ്മം നിർവഹിക്കാൻ പോലും ഉത്തരവാദിത്തം കാണിക്കുന്നു. ഇയാൾക്ക് അമ്മ വിളിക്കുന്നതാണ് പ്രധാനം. അപ്പൊ ഇവള് തീരുമാനിച്ചു, ഞാൻ ഇനി അച്ഛൻ എതിർത്തൊന്നും പറയരുത്. അച്ഛൻ പറഞ്ഞു, അച്ഛൻ എതിർത്തൊന്നും പറയുന്നില്ല, നീ ഒരു കാര്യം ചെയ്യ്, ഒരു പ്രാർത്ഥന ചൊല്ലി 1 മാസം കൂടി സമയം താ എന്ന് പറഞ്ഞു. അവള് വിവാഹമോചനം നടത്തുന്നതിന് അച്ഛനെന്തിനാണ് 1 മാസം കൂടി സമയം? അച്ഛനല്ല, കർത്താവിന് 1 മാസം കൂടി സമയം കൊടുക്കുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച അവര് രണ്ടുപേരും കൂടി കുഞ്ഞിനെ ആയിട്ട് വന്നു. കൈയടിച്ച കർത്താവിന് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രൈമറി ജോയ്ഫുൾനെസ് ഉണ്ട്, ഒന്നാം തരം ആനന്ദങ്ങൾ. രണ്ടാം തരം ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയാം. ചില ആളുകൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് വിസിൽ വിളിക്കുന്നൊക്കെ കണ്ടിട്ടില്ലേ? അതെന്താണ്? ഒരു തരം രണ്ടാം തരം ആനന്ദം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത ആരോ പറഞ്ഞായിരുന്നു, കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഒരു ഡാൻസ് കണ്ടത്. ഡാൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ നിയന്ത്രിക്കാൻ പറ്റിയില്ല, എഴുന്നേറ്റ് ചെന്ന് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. എന്താണ്? രണ്ടാം തരം ആനന്ദം. നമ്മൾ പോകുന്നത് രണ്ടാം തരം ആനന്ദങ്ങളുടെ പിറകെയാണോ, അല്ലെങ്കിൽ ഒന്നാം തരം ആനന്ദത്തിന് പിറകെയാണോ? നമുക്ക് പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്ന നമ്മുടെ വിശുദ്ധൻ, ഈ വിശുദ്ധനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചതിന്റെ 300-ാം വർഷമാണ് 2026. ഈ വിശുദ്ധനെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചതിന്റെ 100-ാം വർഷമാണ്. നമ്മുടെ അറ്റത്ത് നിൽക്കുന്ന വിശുദ്ധൻ, ഉണ്ണീശോയുടെ വലതുവശത്ത് നിൽക്കുന്ന വിശുദ്ധൻ, കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്, നിനക്ക് പരമമായ ആനന്ദം വേണമെങ്കിൽ, ഒന്നാം തരം ആനന്ദം വേണമെങ്കിൽ, നീ ഈ ലോകത്തിലുള്ള രണ്ടാം തരം ആനന്ദങ്ങളെ, രണ്ടാം തരം വികാരങ്ങളെ മാറ്റിവെക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് അനശ്വരമായ സന്തോഷം വേണമെങ്കിൽ, നീ നശ്വരമായ സന്തോഷത്തിന്റെ ആകർഷണങ്ങളെ വേണ്ടെന്ന് വെക്കണം. ഹല്ലേലൂയ. എന്താണ് അച്ഛൻ പറഞ്ഞത്? നമുക്കെല്ലാവർക്കും സന്തോഷം വേണം, അല്ലേ? എങ്ങനെയുള്ള സന്തോഷമാണ് വേണ്ടത്? അനശ്വരമായ സന്തോഷം. നമ്മൾ പറയാൻ, ഈ സന്തോഷം ഒരിക്കലും നശിക്കാതിരുന്നെങ്കിൽ, അതിനെയാണ് അനശ്വരമായ സന്തോഷം എന്ന് പറയുന്നത്. നിനക്ക് അനശ്വരമായ സന്തോഷമാണ് വേണ്ടതെങ്കിൽ നീ എന്ത് ചെയ്യണം? നശ്വരമായ സന്തോഷങ്ങളെ വേണ്ടെന്ന് വയ്ക്കണം. നിനക്ക് അനശ്വരമായ അറിവ്. എന്താണ് അനശ്വരമായ അറിവ്? കടന്നു പോകാത്തതിനെ കുറിച്ചുള്ള അറിവ് വേണമെങ്കിൽ കടന്നു പോകുന്നതിനെ കുറിച്ചുള്ള അറിവുകൾ വേണ്ടെന്ന് വയ്ക്കണം. ഹല്ലേലൂയ. ഇല്ലേ? എന്താണ് കടന്നു പോകുന്ന അറിവുകൾ? കടന്നു പോകുന്ന അറിവ് എന്ന് പറഞ്ഞാൽ ലൗകികമായ ഒരു അറിവ്. ഒരു ഉദാഹരണത്തിന്, ഇന്നലെ നമ്മൾ വാർത്ത കണ്ടപ്പോൾ ഒരു അറിവ് കിട്ടി. എന്താണ് ആ അറിവ്? മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അറിഞ്ഞല്ല? അറിഞ്ഞ്. ആ അറിവ് എന്ത് സംഭവിക്കും? നാളെ ആകുമ്പോഴേക്കും അത് കടന്നു പോകും. അപ്പോൾ അത് ഓരോ ദിവസം അങ്ങനെയാണ്.
കടന്നു പോകുന്ന അറിവുകളാണ്. കടന്നു പോകുന്ന അറിവുകൾക്ക് പിറകെ പോയാൽ കടന്നു പോകാത്ത അറിവ് നേടാൻ സമയമുണ്ടാവുകയില്ല. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. അല്ലെ, അരമണിക്കൂർ 1 മണിക്കൂർ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്ന അറിവ് എന്തറിവാണ്? കടന്നു പോകുന്ന അറിവാണ്. അതെന്ത് സന്തോഷമാണ്? കടന്നു പോകുന്ന സന്തോഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കടന്നു പോകുന്ന സന്തോഷങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ജനാലച്ചില്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടി പോലെയാണ്. ശ്രദ്ധിച്ച ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ജനാലയിൽ ഇടയ്ക്ക് എന്തുണ്ടാവാറുണ്ട്? പൊടി പിടിക്കാറില്ലേ? നമ്മുടെ സഹോദരിമാര് ഇവിടെ എല്ലാ ആഴ്ചയും ജനാല ചില്ല് തുടക്കാറുണ്ട്. എന്തിനാണ് ഈ ചില്ല് തുടക്കുന്നത്? പൊടി പോകാൻ. പൊടി പോയാൽ എന്താണ് ഗുണം? പ്രകാശം അകത്തേക്ക് വരും. ഇവിടെ ഇരിക്കുന്നവർ, അത് മാത്രമല്ല, അച്ഛൻ ഇവിടെ ഇരുന്നാൽ അപ്പുറത്ത് റബ്ബർ തോട്ടത്തിൽ കിടക്കുന്ന കാറ് വരെ കാണാം. ഹല്ലേലൂയ. ഇനി അവിടെ ഏറ്റവും അറ്റത്തിരിക്കുന്നവർക്ക് TV നോക്കാതെ തന്നെ അച്ഛനെയും കാണാൻ പറ്റുന്നില്ലേ? ഹല്ലേലൂയ. നിങ്ങൾ അച്ഛൻ ഇത്രയും ദൂരെയാണ് ഇരിക്കുന്നതെന്ന് ആ ഏറ്റവും മൂലക്ക കസേരയുടെ ചോട്ടിൽ ഇരിക്കുന്ന പെൺകുട്ടി വിചാരിച്ചിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരുന്നാൽ അച്ഛൻ ഇവിടെ ഇരുന്നത് കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ഈ ചില്ല് തുടക്കുന്നതിന്റെ ഗുണമാണ്. ഈ ചില്ലിൽ എത്രമാത്രം അഴുക്കുണ്ടോ അത്രമാത്രം നമ്മളുടെ ക്ലാരിറ്റി കുറയും. ഇനി ഇതൊന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്ത് നമ്മുടെ ആത്മാവില് ഈ ഭൗതികമായ സന്തോഷങ്ങളുടെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തിലേക്കുള്ള നമ്മളുടെ കാഴ്ച കുറയും. എത്രമാത്രം നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥതയും അഹങ്കാരവും തന്നിഷ്ടവും ഒക്കെ ഉണ്ട്, അത്രമാത്രം നമ്മളുടെ ഈ ചില്ല് പൊടി പിടിച്ച് കിടക്കും. അപ്പോ അത്രമാത്രം നമ്മുടെ സന്തോഷം കുറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിച്ച് അച്ഛനൊരു ഫിലോസഫി പറയുകയാണ്. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറഞ്ഞിട്ടുള്ള ഒരു ഫിലോസഫി നിങ്ങളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലാത്തൊരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ, അല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമില്ലേ? ഇപ്പോൾ ഉള്ള സന്തോഷം മതിയോ? പോരാ. ഇപ്പോൾ ഇല്ലാത്ത ഒരു സന്തോഷം, കുറച്ചുകൂടെ വലിയൊരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ സന്തോഷത്തിൻ്റെതല്ലാത്ത ഒരു വഴിയിലൂടെ സഞ്ചരിക്കണം. കിട്ടിയോ? ഇല്ല. ഇപ്പോൾ ഇല്ലാത്ത ഒരു സന്തോഷം, ആത്മീയമായൊരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ സന്തോഷമില്ലാത്ത ഒരു വഴിയിലൂടെ സഞ്ചരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ചൂട് സഹിച്ച് ഇവിടെ ഇരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഒരു സന്തോഷമുള്ളൊരു വഴിയാണോ? അല്ല, അല്ല. നമുക്ക് സാധാരണ സന്തോഷമുള്ള വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? AC ഇട്ട് വീട്ടിൽ മുറിയിലിരുന്ന് TV കണ്ടുകൊണ്ടിരുന്നാൽ ഒരു സന്തോഷമുണ്ടാകും. പക്ഷേ നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സന്തോഷമില്ലാത്ത ഒരു വഴിയിലൂടെയാണ്. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്, നിനക്ക് ഇപ്പോൾ ഇല്ലാത്തൊരു സന്തോഷം നിനക്കുണ്ടാകണമെങ്കിൽ സന്തോഷത്തിൻ്റെതല്ലാത്തൊരു വഴിയിലൂടെ നീ സഞ്ചരിക്കണം. എന്തൊക്കെ പാടുപെട്ടിട്ടാണ് ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത്. കുടുംബശ്രീന്ന് ലോൺ എടുത്ത് വണ്ടി കാശ് മേടിച്ചിട്ട് വന്നിരിക്കുന്നവരുണ്ട്. ചില ആളുകൾ അച്ഛനോട് പറയാറുണ്ട്, അച്ഛൻ പറയാമല്ലോ 33 ആഴ്ച വരണം. അച്ഛൻ ഇന്ന് തന്നെ ഒരു ദിവസം വന്നത് അടുത്ത് വീട്ടിൽ നിന്ന് കടം മേടിച്ചിട്ട് വന്നതാണ്. എത്രമാത്രം സന്തോഷമില്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് കർത്താവിന്റെ അടുത്ത് നീ വന്നിരിക്കുമ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞെ, നീ മടങ്ങിപ്പോകുന്നത് ഇപ്പോൾ ഇല്ലാത്തൊരു സന്തോഷത്തിന്റെ വഴിയിലൂടെ ആയിരിക്കും എന്നത് തീർച്ചയാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഉളിയിൽ നിന്ന് വന്ന 14 വയസ്സുള്ള കൊച്ചിന്റെ സാക്ഷ്യം നമ്മൾ കേട്ടതാണ്. ജന്മനാ അടഞ്ഞിരിക്കുന്ന തൊണ്ടയാണ്. ജന്മനാ അങ്ങനെയാണ്. 14 വയസ്സായി, സർജറി വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്.
അവരാദ്യമായിട്ടാണ് ആ വിലയിലേക്ക് വരുന്നത്. അങ്ങനെ ആ വിലയിലേക്ക് വരുമ്പോൾ ചില ആളുകൾ ചോദിക്കാനും സാധ്യതയുണ്ടോ, ജന്മനാ അടഞ്ഞിരിക്കുന്ന ആ തൊണ്ട, അവിടെയുള്ള മുഴ, നിങ്ങൾ പിന്നെ എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് പറയുന്ന പരിഹാസത്തിൻ്റെതുപോലുമുള്ള വഴികളിലൂടെ, സന്തോഷമില്ലാത്ത വഴികളിലൂടെ നീ സഞ്ചരിച്ച് കരഞ്ഞുകൊണ്ട് വന്നവർ, കരഞ്ഞുകൊണ്ട് വിത്തും ചുമന്നു വന്നവർ ആനന്ദഘോഷത്തോടെ കറ്റയും ചുമന്നു കൊണ്ടുപോയതിന്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അതുപോലെ തന്നെ നിനക്ക് ഇല്ലാത്ത അറിവ് നിനക്കുണ്ടാകണമെങ്കിൽ നിനക്കറിഞ്ഞുകൂടാത്ത വഴികളിലൂടെ നീ സഞ്ചരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷിക്കാൻ ഒരു കാര്യം മാത്രം മതി. എന്താണത്? നമുക്ക് സന്തോഷിക്കാൻ ഒരു കാര്യം മാത്രം മതി. നമുക്ക് സന്തോഷിക്കാൻ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈശോയുടെ സാന്നിധ്യമാണ്. നിന്റെ സാന്നിധ്യം മതി, നിന്റെ സാന്നിധ്യം മാത്രം മതി. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ആ സാന്നിധ്യം എവിടെയുണ്ട്? ഉള്ളിന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു മണവാളന്റെയും മണവാട്ടിയുടെയും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? ഊട്ടി പോകുന്നതാണോ? വയനാട്ടിൽ പോകുന്നതാണോ? അല്ല. ഒരു മണവാളനും മണവാട്ടിയും കൂടി സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഊട്ടിയിൽ കറങ്ങാൻ പോയി. വിചാരിച്ച പോലെ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ചൂടായിരുന്നു. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. തിരിച്ചു വന്നപ്പോഴേക്കും ലൂസ് മോഷൻ. മണവാളന്റെയും മണവാട്ടിയുടെയും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഊട്ടിയല്ല. എന്താണ്? പരസ്പരമുള്ള സഹവാസമാണ്. കാണുന്ന കാഴ്ചകളല്ല, അല്ലെ, ചുറ്റി നടക്കുന്നതല്ല, അവർ പരസ്പരം സഹവസിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മണവാളനും മണവാട്ടിയും കൂടി മധുവിധുവിന് പോയപ്പോ അമ്മായിയപ്പനും അമ്മായിയമ്മയും പറഞ്ഞു, ഞങ്ങളും വരുന്നുണ്ടെന്നോ. അപ്പൊ അവരുടെ മൂത്ത സഹോദരിയും ഭർത്താവും പറഞ്ഞു, ഞങ്ങളും വരുന്നുണ്ടെന്നോ. അങ്ങനെ എല്ലാവരും കൂടി ഒരു ഇന്നോവ കാറ് നിറച്ച് മധുവിന് തിരിച്ചു വന്നിട്ട് മണവാളിനും മണവാട്ടിയും കൂടി അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വെറുതെ ആയിപ്പോയച്ചോ, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടാൻ പോലും ഈ അപ്പനും അമ്മയും സമ്മതിച്ചില്ല. അതുകൊണ്ട് ഇനി കല്യാണം കഴിക്കാനുള്ളവര് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ചേ, ഈശോയേ. അപ്പോൾ ആത്മീയ വിവാഹത്തിന്റെ പരമമായ ആനന്ദത്തെ കുറിച്ച് അമ്മ ത്രേസ്യ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സ്പിരിച്വൽ മാരേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റാണ്. എന്താണത്? ആത്മാവ്, മനുഷ്യാത്മാവ് മണവാട്ടിയും ദൈവാത്മാവ് മണവാളനുമായി ലയിച്ചു ചേരുന്ന ആ ഒരു ലയനമാണ് പ്രിയപ്പെട്ടവരെ ആനന്ദത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ആത്മാവും ദൈവവും ലയിച്ചു ചേരുന്നതിനെ മണവാളനും മണവാട്ടിയും ലയിച്ചു ചേരുന്ന ആനന്ദത്തോട് ഉപമിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ മണവാളനായ ഈശോയോട് ലയിച്ചു ചേരുമ്പോൾ അപ്പൊ നമ്മൾ ചോദിക്കും, അപ്പൊ ഈ ഭൂമിയിലുള്ളതൊന്നും വേണ്ടേ? ബിരിയാണി ഒന്നും വേണ്ടേ? വേണം. കർമ്മല മാതാവിന്റെ തിരുനാളിന് നമുക്ക് ബിരിയാണി ഉണ്ട്. യെസ്. അപ്പോൾ ഇങ്ങനെ ലയിച്ചു ചേരുമ്പോ കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ ഇങ്ങനെ പറയുകയാണ്, സ്വർഗം എന്റേതാണ്. പറഞ്ഞേ, എല്ലാവരും പറ, സ്വർഗം എന്റേതാണ്, ഭൂമി എന്റേതാണ്, രാജ്യം
രാജ്യങ്ങൾ എന്റേതാണ്, നീതിമാന്മാർ എന്റേതാണ്, പാപികൾ എന്റേതാണ്, മാലാഖമാർ എന്റേതാണ്, ദൈവമാതാവ് എന്റേതാണ്, എല്ലാം എന്റേതാണ്, ദൈവം തന്നെ എന്റേതാണ്, കാരണം ക്രിസ്തു എന്റേതാണ്, അതുകൊണ്ട് എല്ലാം എനിക്കുള്ളതാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, എല്ലാം നമുക്കുള്ളതാക്കി മാറ്റാനുള്ള വഴി എന്താണ്? എല്ലാം നമുക്കുള്ളതാക്കി മാറ്റാനുള്ള വഴി നീ ക്രിസ്തുവിനെ സ്വന്തമാക്കുക എന്നതാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. ആനന്ദം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതിൽ നിന്നുള്ള മോചനമാണ് ആനന്ദം. എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്കിത് കിട്ടിയാലേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ, എല്ലാവരും എന്നെ സ്നേഹിച്ചാലേ എനിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ, എല്ലാവരും എന്നെ മനസ്സിലാക്കിയാലേ എനിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ, എല്ലാവരും എന്നെ അംഗീകരിച്ചാലേ എനിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. എനിക്ക് സന്തോഷം കാരണം എന്നെ അംഗീകരിക്കുന്നില്ല, എനിക്ക് വില തരുന്നില്ല, എന്നെ കളിയാക്കുന്നു, എന്നെ മാറ്റി നിർത്തുന്നു. എല്ലാവരും എന്നെ സ്നേഹിച്ചാലേ എനിക്ക് സന്തോഷമുണ്ടാവുകയുള്ളൂ എന്ന ചിന്തയാണ് പ്രിയപ്പെട്ടവരെ ബന്ധനമെന്ന് പറയുന്നത്. ആ ബന്ധനത്തിൽ നിന്ന് നിനക്ക് മോചനമുണ്ടെങ്കിലേ ആനന്ദമുണ്ടാവുകയുള്ളൂ. ആര് എൻ്റെ കൂടെയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐ ഡോണ്ട് മൈൻഡ്, ഈശോ എൻ്റേതാണ് എന്നതാണ് നമ്മുടെ ആനന്ദത്തിന്റെ കാരണം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മപരിത്യാഗത്തെ കുറിച്ചായിരുന്നു. ആത്മപരിത്യാഗത്തിൽ നമ്മൾ പറഞ്ഞു, ഇഷ്ടമുള്ളതുപോലെ ലൈംഗികത പ്രകടിപ്പിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. അങ്ങനെ ഇഷ്ടമുള്ളതുപോലെ, ഇഷ്ടമുള്ളവരെ കാണുമ്പോൾ അല്ലെങ്കിൽ പലതിൻ്റെയും പല കാഴ്ചകളുടെ പിറകെ പോകാനുള്ള അവകാശം ഉപേക്ഷിക്കുക എന്ന ആ ഒരു പഠനത്തിന് ശേഷം നമ്മൾ അടുത്തതിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോയെ പോലെയാകണമെങ്കിൽ നമുക്ക് ആരുടെ ആഗ്രഹങ്ങൾ ഉണ്ടാകണം? ഈശോയുടെ ആഗ്രഹങ്ങൾ ഉണ്ടാകണം. ഈശോയുടെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മൾ ആത്മപരിത്യാഗം ചെയ്യണം എന്നത്. ഹല്ലേലൂയ. കേൾക്കാൻ ഒരു ഇഷ്ടവുമില്ലാത്ത ഒരു ടോപ്പിക്കാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയാനും ഒരു സുഖമില്ലാത്തൊരു ടോപ്പിക്കാണ് അല്ലേ? നിങ്ങൾ നിങ്ങളെ തന്നെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നതാണോ സുഖം? നമുക്കെല്ലാം സ്വന്തമാക്കണം എന്ന് പറയുന്നതാണോ സുഖം? പറയാൻ സുഖം ഏതാണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിച്ചോ. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പ്, നിങ്ങൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കാര്യം നടന്നിരിക്കും എന്ന് പറയുന്നതാണോ സുഖം? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉപേക്ഷിച്ച് വേണ്ടെന്ന് വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതാണോ സുഖം? ആദ്യം പറഞ്ഞതല്ലേ സുഖം? ഇനി കേൾക്കുന്നത് ഏതാണ് സുഖം? അത് പിന്നെ ചോദിക്കാനില്ല, ഇല്ലേ? ഇന്നത്തെ കാര്യം ഇന്ന് തന്നെ കിട്ടും എന്ന് കേൾക്കുന്നതല്ലേ സുഖം? ആണോ? ആ സുഖത്തിന് വേണ്ടി വന്നപ്പോഴാണ് അച്ഛൻ പറയുന്നത്, നിങ്ങളെ തന്നെ പരിത്യജിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ 13 കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞു. എന്തൊക്കെയാണത്? പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഉപേക്ഷിക്കുക, പിന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക, 3 ബഹുമാനിക്കപ്പെടാനുള്ള, നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ മതി, ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കുക, ഇഷ്ടമുള്ളതുപോലെ പണം ചെലവഴിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക, ശത്രുക്കളെ വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക, ആദരിക്കപ്പെടാനും ശുശ്രൂഷിക്കപ്പെടാനുമുള്ള അവകാശം ഉപേക്ഷിക്കുക, അനുസരിക്കുന്നതിന് മുമ്പ് എല്ലാം അറിയാനുള്ള അവകാശം ഉപേക്ഷിക്കുക, സ്വന്തം നിയമങ്ങളും
ഇഷ്ടങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഹൃദയത്തിൽ വിദ്വേഷവും പരിഭവവും സൂക്ഷിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. പരാതി പറയാനുള്ള അവകാശം ഉപേക്ഷിക്കുക. നമ്മെ തന്നെ നമ്മുടെ ഇഷ്ടം ഒന്നാമതായി പരിഗണിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഇഷ്ടമുള്ളതുപോലെ ലൈംഗികത പ്രകടിപ്പിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സഹോദരി അവളുടെ ഭർത്താവിന്റെ ഫോണിൽ ഒരു സ്ക്രീൻഷോട്ട് റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്നത് കാണുകയാണ്. ഈ ഭർത്താവ് വേറൊരു സ്ത്രീയുമായി മോശമായ രീതിയിൽ വീഡിയോ കോൾ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഫോണിൽ കണ്ടു കഴിഞ്ഞപ്പോ ഭർത്താവിനോട് ചോദിച്ചു, ഇതെന്താണ് ചേട്ടാ, ഇങ്ങനെയൊക്കെ ചെയ്യാവൂ? അപ്പോ ഭർത്താവ് പറഞ്ഞു, അത് എൻ്റെ ഇഷ്ടം, അതെന്റെ ഇഷ്ടം, ഇനി ചെയ്യില്ലെന്ന് പ്രോമിസ് ചെയ്യാവോ? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഇഷ്ടമുള്ളതുപോലെ ലൈംഗികത പ്രകടിപ്പിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഹല്ലേലൂയ. 13 അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അടുത്ത ടോപ്പിക്ക് തുടങ്ങുകയാണ്. 13 എഴുതി വെച്ചോ. അധികാരികൾക്ക് എതിര് നിൽക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. എന്താണ്? അധികാരികൾക്ക് എതിര് നിൽക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ആദ്യം അച്ഛന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് സിസ്റ്റർമാരെ കുറിച്ച് പറയാം, അത് കഴിഞ്ഞിട്ട് അൽമായരെ കുറിച്ച് പറയാം. അപ്പൊ ശരിയായിക്കോളൂ. അച്ഛന്മാരെ കുറിച്ച് പറയുമ്പോൾ ഉറങ്ങുന്നവരും എഴുന്നേറ്റോളൂ. ഒറീസയിലായിരുന്നപ്പോ ഒരച്ഛന് പിതാവ് ബിഷപ്പ് ട്രാൻസ്ഫർ കൊടുത്തു. ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവൂല. അപ്പൊ അതെന്താ പോവാത്തത്? ഇല്ല, എനിക്ക് പോകാൻ പറ്റൂല. അപ്പൊ ബിഷപ്പ് അടുത്ത ആളെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. പക്ഷെ ഈ അച്ഛൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി കൊടുക്കല. മറ്റേ എന്താണ് അതിനെ പറയുന്നത്, അച്ഛന്മാര് താമസിക്കുന്ന മുറി, പള്ളിമുറിയിൽ നിന്ന് ഇറങ്ങി കൊടുക്കല. കുറച്ചാളുകള് ഈ അച്ഛന്റെ, കുറച്ചിടവകക്കാര് ഈ അച്ഛന്റെ കൂടെ, കുറച്ചു പേര് എതിര്. അവസാനം പോലീസ് വന്നു. ഒരു വണ്ടി പോലീസ് വന്നപ്പോ ആൾക്കാർ കൂടുതൽ, പോലീസുകാർ തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, അനുസരിക്കാതിരിക്കാനുള്ള എല്ലാവർക്കും എന്തൊരു ശ്രദ്ധ! കേരളത്തിലൊന്നുമല്ല, ഇവിടെയൊന്നും അങ്ങനെ നടക്കൂല അല്ലേ? നടക്കൂ. അപ്പോൾ ഇപ്പൊ അച്ഛന്മാരുടെ ട്രാൻസ്ഫർ ഉള്ള സമയമാണ്. അപ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ ഇടവകയിലേക്ക് പോകാൻ പറഞ്ഞ ഒരു അച്ഛന് പിതാവ് കത്ത് കൊടുത്തു. അപ്പോ പുതിയ അച്ഛൻ വന്നിട്ട് മുറിയിലേക്ക് കയറാൻ പറ്റുന്നില്ല. കാരണം പഴയ അച്ഛൻ പോകുന്നില്ല, ഞാൻ പോവില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു കൊടി വെച്ച കാറ് വന്നു. പിതാവ് തന്നെ നേരിട്ട് വന്നിരിക്കുകയാണ്. പിതാവിന്റെ കാറിൽ വേറെ 2 തടിമാടന്മാരായിട്ടുള്ള അച്ഛന്മാരും ഉണ്ട്. അപ്പോ ഇവിടെ ഉള്ള അച്ഛനോട് ചോദിച്ചു, എന്താ അച്ഛൻ കുഴപ്പം? ഇല്ല, ഒരു കുഴപ്പമില്ല, എനിക്ക് പാക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണെന്ന്. അപ്പൊ തടിമാടന്മാരായ അച്ഛന്മാരോട് പറഞ്ഞു, എല്ലാം പാക്ക് ചെയ്ത് വണ്ടി കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. വണ്ടി കയറ്റി 1 ദിവസം കൊണ്ട് പരിപാടി സെറ്റിലായി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അനുസരിക്കാതിരിക്കാൻ ആർക്ക് അവകാശമുണ്ട്? നമുക്കെല്ലാവർക്കും അവകാശമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ? നമ്മളോട് ചില കാര്യങ്ങൾ, ഒരു ഉദാഹരണത്തിന് ഹൈക്കമാൻഡ് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഫ്ലക്സ് വെക്കരുതെന്ന് പറഞ്ഞു, ഇല്ലേ? പക്ഷെ ഫ്ലക്സ് വെക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഇല്ലേ? വെളിമാനത്ത് ഫ്ലക്സ് ഇരിക്കുന്നുണ്ട്. ഫ്ലക്സ് വെക്കാനുള്ള അവകാശമുണ്ട്. അനുസരിക്കാതിരിക്കാൻ അവകാശം. പ്രകടനം നടത്തരുതെന്ന് പറഞ്ഞു, പ്രകടനം നടത്താൻ
അവകാശമാണ്. അനുസരിക്കാതിരിക്കാൻ നമുക്ക് ചില അവകാശങ്ങളുണ്ട്. സിനഡ് പറഞ്ഞു, ചില കാര്യങ്ങൾ പറഞ്ഞു, കുറച്ചു പേര് പറഞ്ഞു ഞങ്ങൾ അനുസരിക്കുകയില്ല. അനുസരിക്കാതിരിക്കാൻ ഒരവകാശമുണ്ട്. എന്നിട്ട് നമ്മൾ എന്തു വേണം? അതാണ് ഈശോ വചനത്തിലൂടെ പറയുന്നത്. അനുസരിക്കാതിരിക്കാനുള്ള അവകാശം, അധികാരികൾക്ക് എതിരെ നിൽക്കാനുള്ള അവകാശം, അധികാരികൾക്ക് എതിരെ സംസാരിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വികാരിയച്ഛൻ ഒരു കാര്യം പറഞ്ഞത് അംഗീകരിക്കാതിരിക്കാൻ ജനത്തിന് അവകാശമുണ്ട്. അച്ഛൻ ഓർക്കുകയാണ്, 1998 ഒരു സംഭവം, അച്ഛന്റെ ഇടവകയിൽ ഒരു സംഭവം നടക്കുക. അച്ഛന്റെ ഇടവകയ്ക്ക് സ്വന്തമായി ഒരു ആശുപത്രിയുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററും 100 ബെഡും ഒക്കെയുള്ള നല്ല അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ള ഒരു ആശുപത്രി ഇടവകയുടെ പ്രോപ്പർട്ടിയാണ്, ഇടവകയുടെ സ്വന്തമാണ്. ഹൈസ്കൂൾ ഇടവകയുടെ സ്വന്തമാണ്, രൂപതയുടേതല്ല, ഇടവകയുടേതാണ്. അപ്പോൾ കാരണം 500 വർഷം പഴക്കമുള്ള ഇടവക. അപ്പോൾ ഈ ആശുപത്രിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി, ആശുപത്രി അടച്ചിടേണ്ടി വന്നു. രൂപത ആശുപത്രി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു കൂട്ടം ആളുകള് ആശുപത്രി വികസന സമിതി എന്ന് പറഞ്ഞ ഒരു സമിതി ഉണ്ടാക്കി. അങ്ങനെ സമിതി ഉണ്ടാക്കി. അതിനുശേഷം രൂപതയിൽ ഈ 1998 ഒരു രൂപതയിൽ എന്തോ ഒരു വലിയ പ്രോഗ്രാം, എല്ലാ ഇടവകയിൽ നിന്നും വിശ്വാസികൾ ഒന്ന് ചേർന്ന് ഒരു റാലിയോ എന്തോ ഒരു വേറൊരു കാര്യത്തിന് വേണ്ടി നടക്കുകയാണ്. അപ്പോൾ അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഹർത്താല് പ്രഖ്യാപിച്ചു. ആശുപത്രി വികസന സമിതി ഹർത്താല്, നാട്ടിൽ മാത്രം. ഞങ്ങളുടെ നാട്ടിൽ അന്ന് പാലമില്ല. അപ്പുറത്തെ കരയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വഞ്ചിയിൽ പോകണം. കടുത്ത കടവില് ഹർത്താല്. അപ്പൊ വികാരിച്ചൻ പറഞ്ഞു നമുക്ക് വണ്ടി വിളിച്ച് ചുറ്റി വളഞ്ഞു പോകാൻ. അങ്ങനെ അതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോ അതും തടയുമെന്ന് വികസന സമിതി. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് കേട്ടോ. എന്നിട്ട് അവസാനം വികാരിച്ചൻ പറഞ്ഞു നമുക്ക് വെറുതെ തല്ലുപിടുത്തം ഉണ്ടാക്കണ്ട, ആ സമയത്ത് പള്ളിയിലിരുന്ന് ദിവ്യകാരുണ്യ ആരാധന നടത്തിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ മതി. റാലി നടത്തി തല്ലുപിടുത്തം ഉണ്ടാക്കിയിട്ടുള്ള പുണ്യം വേണ്ട, അല്ലേ? വേണോ? വേണ്ട. അപ്പോൾ അങ്ങനെ ആരാധന നടത്തുന്ന അച്ഛനൊന്ന് സെമിനാരി വിദ്യാർത്ഥിയാണ്, വീട്ടിലുണ്ട്. അപ്പോൾ വൈകിട്ട് 3 മണിക്ക് ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേണ്ടി ഇടവക സമൂഹം കുറെ പേര് ദേവാലയത്തിനകത്ത് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ചിട്ടുണ്ട്. വികാരിയച്ഛനുണ്ട്, കൊച്ചച്ഛനുണ്ട്, ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരിമാരുണ്ട്, അച്ഛന്റെ അമ്മിച്ചി അടക്കം അയൽവക്കക്കാരും ഒക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സമരസമിതി വന്ന് പള്ളി വാതിലടച്ചു. പള്ളിക്കകത്ത് കയറിയിരുന്ന അവരുടെ ചെരുപ്പുകൾ മുഴുവനും അവർ വാരിക്കെട്ടിക്കൊണ്ടുപോയി. അപ്പോ ചെരുപ്പ് വാരിക്കൊണ്ടുപോയി. വാതിലടച്ചു എന്ന് മാത്രമല്ല, കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവരുടെ ഉള്ളിലുള്ള പിശാചിന് മതി വരുന്നില്ല. അവര് ദേവാലയത്തിന് ദിവ്യാരൻ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുകയാണ്. ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നവരെ പള്ളിയിൽ നിന്ന് അടിച്ചോടിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അച്ഛന്റെ ഇടവകയിൽപ്പെട്ട പലരും ഇപ്പോൾ ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. 1998 ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ. അപ്പോൾ അച്ഛനിത് പറയുന്നതിന് വ്യക്തമായൊരു കാരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ വിശ്വാസികളെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. അച്ഛൻ അൾത്താരയോട് ചേർന്നിരിക്കുകയായിരുന്നു. അച്ഛനെയും പിടിച്ചു വലിച്ച് പുറത്താക്കി. അതിനുശേഷം അച്ഛന്മാരെ തൊട്ടില്ല. അച്ഛന്മാരും സിസ്റ്റേഴ്സും അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വാതിലടച്ചിട്ടു. പ്രിയപ്പെട്ടവരെ, ഇതിന് നേതൃത്വം കൊടുത്ത പലരും ഈ കാലയളവിൽ ഇപ്പൊ അച്ഛൻ പറയുന്നത് ഇത് കേൾക്കാൻ അവര് ബാക്കിയിരിക്കുന്നില്ല. ഇതിൽ നേതൃത്വം കൊടുത്ത ഒരാളുടെ ഒരു സമീപകാലത്തുണ്ടായ ഒരു സംഭവം അച്ഛൻ ഓർക്കുകയാണ്. ആ സഹോദരന്റെ മകൻ വീട്ടില് ഇട്ട് തല്ലി. ദേവാലയത്തിനകത്ത് വിശ്വാസികളെയും പുരോഹിതരെയും അപമാനിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ആളെ അയാളുടെ മകൻ അയാളുടെ വീട്ടിൽ മർദ്ദിച്ചു. എന്നിട്ടിപ്പോൾ അപ്പൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു ഓർഡർ മേടിച്ചിരിക്കുകയാണ്. മകൻ
ആ ജില്ലയിൽ, ഈ അപ്പന്റെ വീടിരിക്കുന്ന ജില്ലയിൽ മകൻ പ്രവേശിക്കാൻ പാടില്ല. അധികാരികളെ, അല്ലെങ്കിൽ ഒരു ഇടവക വികാരിയെ, ഒരു പുരോഹിതനെ, ഒരു വിശ്വാസ സമൂഹം അനുസരിക്കാതിരിക്കാനൊക്കെ അവകാശമുണ്ട്. പക്ഷെ അനുസരിക്കാതിരിക്കുമ്പോൾ, അതിനെതിരെ നിൽക്കുമ്പോഴുള്ള കോൺസെക്വൻസസ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ഇത് ഒരു ഓർമ്മയാണ്, നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഓർമ്മയാണ്. അതിലൊരു സഹോദരൻ പള്ളിയിൽ അന്ന് കയറി ഒച്ചയുണ്ടാക്കി അടിക്കടാ അടിക്കടാ എന്ന് പറഞ്ഞ്, പുറത്താക്കട എന്ന് പറഞ്ഞ് ഒച്ചയുണ്ടാക്കിയ ഒരു സഹോദരൻ പിന്നെ തൊണ്ടയിൽ ക്യാൻസർ വന്ന് കുറെ നാള് ഒരു അക്ഷരം മിണ്ടാൻ പറ്റാതെ കുറെ നാള് ജീവിച്ച് തൊണ്ടയിൽ ക്യാൻസർ വന്ന് മരിച്ചു. അച്ഛന്റെ കൺമുമ്പിൽ കണ്ട ചില ഉദാഹരണങ്ങൾ പങ്കുവച്ചത്. അനുസരിക്കാതിരിക്കാനുള്ള അവകാശങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് നമ്മൾ ചില ഉദാഹരണങ്ങൾ, ആദത്തിനും ഹവ്വയ്ക്കും ഒരു അവകാശമുണ്ടായിരുന്നു. എന്തായിരുന്നു ആ അവകാശം? നിങ്ങൾ ഇത് കഴിക്കരുത്, അതാണ് കൽപ്പന. പക്ഷെ അവരുടെ മുൻപിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്താണ്? കൽപ്പന ലംഘിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം അവർ ഉപയോഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് പറുദീസ നഷ്ടപ്പെട്ടു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അനുസരണക്കേടിന്റെ മറ്റൊരു ഉദാഹരണമാണ് യോനാ പ്രവാചകന്റെ ഉദാഹരണം. യോനാ പ്രവാചകനോട് നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ യോനാ പ്രവാചകന് ഒരു അവകാശമുണ്ട്. എന്താണ് ആ അവകാശം? ഞാൻ പോവുകയില്ല. ഇല്ലേ മോനെ, ഒന്ന് കടയിൽ പോയിട്ട് വാടാ. മനസ്സില്ല. ഇത് തന്നെ. എടാ ഒന്ന് എഴുന്നേക്കടാ, പോയി പണി നോക്കുന്നുണ്ടോ? തള്ളയുടെ പണി നോക്ക്. നല്ല പുന്നാര മകൻ, 25 വയസ്സുള്ള പുന്നാര മകൻ 50 വയസ്സുള്ള അല്ലെങ്കിൽ 60 വയസ്സുള്ള അമ്മയോട് സ്നേഹപൂർവ്വം പറഞ്ഞതാണ്, തല്ലുകൊള്ളാതെ പോയി പണി നോക്കുന്നു. ഒരമ്മ വന്നിട്ട് പറഞ്ഞാണ്, അച്ഛാ എനിക്കൊന്നും വേണ്ട അച്ഛോ, ഒന്ന് പ്രാർത്ഥിക്കച്ചോ. എന്താ? എൻ്റെ മകൻ എന്നെ ഒന്ന് അമ്മേന്ന് വിളിച്ചാ മതി. അതാണ് നിയോഗം. അല്ലെങ്കിൽ എടി പോടി നീ എന്നൊക്കെയാണ് കൊച്ചു വിളിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അനുസരിക്കാതിരിക്കാനുള്ള അവകാശം, അതാണ് അച്ഛൻ പറഞ്ഞത്. നമ്മള് കുടുംബത്തിൽ അനുസരണം പഠിച്ചാലേ, വീട്ടിൽ അനുസരിക്കാൻ പഠിച്ചാലേ മക്കൾക്ക് മറ്റുള്ളവരെ അനുസരിക്കാൻ പറ്റുകയുള്ളൂ. യോനാ പ്രവാചകനോട് ദൈവം പറഞ്ഞ വഴിയിലൂടെ നടക്കാതെ അതിൻ്റെ നേർ വിപരീതമായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിച്ചു. പിന്നെ കഥ നമുക്കറിയാം. അവൻ കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു. തിമ്മിങ്കലത്തിന്റെ ഉദരത്തിൽ, വലിയ മത്സ്യത്തിന്റെ ഉദരത്തിലായിരുന്നു. അവസാനം കർത്താവ് വരച്ച വഴിയിൽ വന്നു. വല്ല കാര്യമുണ്ടോ? നേരെ വന്നാ പോരായിരുന്നു. അതുപോലെ സാവൂൾ രാജാവ് ദൈവം പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചില്ല. അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം, ദൈവം നശിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവൻ നശിപ്പിക്കുന്നില്ല, സ്വന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുകയാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് ലോത്തിന്റെ ഭാര്യ. ലോത്തിന്റെ ഭാര്യയോട് ദൈവം എന്താണ് പറഞ്ഞത്? തിരിഞ്ഞു നോക്കരുത്, നിന്റെ പഴയ ജീവിതത്തിലേക്ക് നീ തിരിഞ്ഞു നോക്കരുത്, നീ കണ്ടം വഴിക്ക് ഓടിക്കൊള്ളുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോത്തിന്റെ ഭാര്യ വിചാരിച്ചു തിരിഞ്ഞു നോക്കിയപ്പോ എന്താ കുഴപ്പം? അല്ലേ? അവള് തിരിഞ്ഞു നോക്കി, എന്തായി മാറി? ഉപ്പുതൂണായി മാറി. ചേച്ചി, ബൈബിളിലുള്ളൊരു കഥയാണ്. കഥ മുഴുവൻ ഇപ്പൊ പറയാൻ നേരമില്ല. ലോത്തിന്റെ ഭാര്യ, നമ്മുടെ അയൽവക്കത്തെ വീട്ടിലെ ലോത്തല്ല, ബൈബിളിലുള്ള ലോത്താണ്. ഹല്ലേലൂയ. ചേച്ചി കുറെ നേരം ഈ ലോത്തിന്റെ ഭാര്യ ആരും എനിക്ക് നമ്മുടെ കുടുംബശ്രീയിൽ അങ്ങനെ ഒരാളില്ല.
അപ്പോൾ ലോത്തിന്റെ ഭാര്യ ആരായിട്ട് പറഞ്ഞതനുസരിക്കാതിരുന്നപ്പോൾ ഉപ്പുതൂണായിട്ട് മാറി. മോശയോട് ദൈവം പറഞ്ഞു, നീ പാറയോട് കൽപ്പിക്കുക, അതിൽ നിന്ന് വെള്ളം വന്നുകൊള്ളും എന്ന് പറഞ്ഞു. അപ്പോൾ മോശ അത് ശരിക്ക് കേൾക്കാൻ തയ്യാറായില്ല. പാറയോട് കൽപ്പിക്കാൻ നിൽക്കാതെ വടി കൊണ്ടടിക്കാൻ പോയി. അങ്ങനെയാണ് മോശയ്ക്ക് വാഗ്ദാന ദേശം നഷ്ടപ്പെട്ടത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു സഹോദരി ഒരു മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് വന്നു. ആ മെഡിക്കൽ റിപ്പോർട്ടിൽ അവരുടെ ബ്രസ്റ്റിന് ക്യാൻസർ സെക്കൻഡ് സ്റ്റേജ് ആണ്. അവരോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ബുധനാഴ്ച തന്നെ കോടിയേരിയിൽ പോയി ഫർദർ കാര്യങ്ങൾ നോക്കുക. ഓൾറെഡി ബയോപ്സി റിപ്പോർട്ട് പോസിറ്റീവ് ആണ്, വേഗം ഒരു ദിവസം കളയരുത്. അങ്ങനെയാണ് ചൊവ്വാഴ്ച സഹോദരി ഈ റിപ്പോർട്ടുമായിട്ട് വരുന്നത്. യേശുനാമ ജപം കഴിഞ്ഞ് ഇവരിവിടെ വന്നപ്പോൾ ഈ റിപ്പോർട്ട് തന്നു. റിപ്പോർട്ട് വായിച്ചു നോക്കി. എല്ലാവരും, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആ സഹോദരിയുടെ നേരെ കരം നീട്ടി 21 പ്രാവശ്യം ഈശോയേ എന്ന് വിളിച്ചു. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വീണ്ടും ആ സഹോദരി പരിശോധിക്കുമ്പോൾ 1 വർഷമായിട്ടുള്ള ബ്രസ്റ്റിൽ ഒരു മാങ്ങാ വലിപ്പത്തിലുള്ള മുഴയാണ്. തൊട്ടു നോക്കുമ്പോൾ അത് 50% കുറഞ്ഞിരിക്കുന്നു. അതിനുശേഷം സഹോദരിയോട് അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നാളെ ബുധനാഴ്ച കോടിയേരിയിലേക്ക് പോകണ്ട, ഡോക്ടർ പറഞ്ഞത് കേൾക്കണ്ട. വ്യാഴാഴ്ചയും പോകണ്ട, ബുധനാഴ്ച ഇവിടെ വന്നാൽ അതിൽ പങ്കെടുക്കുക. ബ്രസ്റ്റിന് മുഴയാണ്, ക്യാൻസർ ആണെന്നുള്ള റിപ്പോർട്ടൊക്കെ അവിടെ ഇരിക്കട്ടെ. ആ രോഗത്തോടുകൂടെ തന്നെ വന്ന് ഇവിടെയുള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ആ സഹോദരി ഇവിടെ വരികയും അപ്പൊ അത് കേട്ടു, അതനുസരിച്ചു. അത് പറയാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് പറയുന്നത് അനുസരിച്ച് ആ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത് വീണ്ടും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് അവര് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ 90% ആ മുഴ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇന്നലെ രാത്രി ഇവിടെ നിന്ന് പോയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആളുകൾക്ക് ആശുപത്രിയിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വെപ്രാളമാണ്. അത് മാറ്റിവെക്ക്. കർത്താവിന്റെ അടുത്തിരിക്കാൻ നീ നിന്നെ തന്നെ എളിമപ്പെടുത്തുമ്പോ, ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുമ്പോ, കർത്താവിനെ അനുസരിക്കാൻ നീ തയ്യാറാകുമ്പോൾ നീ ഐശ്വര്യം ആസ്വദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു സഹോദരിയോട് അച്ഛൻ ഓർക്കാണ്. കോളിത്തട്ടിലുള്ള ഒരു സഹോദരി, ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയാണ്. ചേച്ചിയുടെ നാവിൽ വലിയൊരു മുഴ, ഉടനെ തന്നെ സർജറി ചെയ്യണം, ബയോപ്സി അയക്കണം, നാവ് മുറിക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. അച്ഛൻ പറഞ്ഞു 22 ആഴ്ച വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 22 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആ നാവിലെ മുഴ ചുരുങ്ങി, ഒരു ട്രീറ്റ്മെന്റിന്റെയും ആവശ്യം വന്നില്ല. നമ്മൾ കേട്ടിട്ടുള്ള ഒരു സാക്ഷ്യമാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അനുസരിക്കാതിരിക്കാൻ ഇപ്പൊ അച്ഛൻ പറയാണ്, നിങ്ങൾ നാളെയും മറ്റന്നാളും പോകണ്ട, ഇവിടെ വന്നിരിക്കുന്നു പറയുമ്പോ നിങ്ങൾക്ക് എല്ലാ തരത്തിലും അവകാശമുണ്ട്. അതനുസരിക്കാതിരിക്കാൻ. ഇല്ലേ? പോലീസ് പിടിക്കോ? പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞ്? ഇല്ല. പക്ഷെ നമ്മൾ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ഐശ്വര്യം ആസ്വദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേട്ടിരിക്കാൻ തയ്യാറാകുമ്പോൾ ഐശ്വര്യം ആസ്വദിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആത്മപരിത്യാഗത്തിന്റെ 13ാമത്തെ കാര്യം, ഈ ആത്മപരിത്യാഗം ഈശോയുടെ ആഗ്രഹമാണ്. ആത്മപരിത്യാഗം അതിന്റെ 13ാമത്തെ ഒരു സ്റ്റേജിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച നമ്മളത് തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, അടുത്ത വ്യാഴാഴ്ച 21-ാം തീയതിയാണ് നമ്മളുടെ പെന്തക്കോസ്ത തിരുനാൾ. 24-ാം തീയതി, 24-ാം തീയതിയിലെ പെന്തക്കോസ്ത തിരുനാളിന് മുമ്പുള്ള വ്യാഴാഴ്ച എന്ന നിലയിൽ അടുത്ത വ്യാഴാഴ്ച പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരാഴ്ചയായിരിക്കും. പരമാവധി ഓരോരുത്തരും 10 പേരെ കൂടെ കൂട്ടിക്കൊണ്ടുവരിക. അതുപോലെ തന്നെ 28-ാം തീയതി വ്യാഴാഴ്ച നമ്മുടെ പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപുള്ള വ്യാഴാഴ്ചയാണ്. കുഞ്ഞുമക്കളുടെ
സ്കൂളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ വർഷവും അവരുടെ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പഠനോപകരണങ്ങൾ, പുസ്തകങ്ങളും ഒക്കെ പ്രത്യേകം വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ പ്രത്യേകമായിട്ട്, ഇനി 2 ആഴ്ച കൂടെ ഉള്ളൂ സ്കൂളൊക്കെ തുറക്കാനായിട്ട്, മക്കളെ പരമാവധി 2 ആഴ്ചയിലും കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഈ ആഴ്ചയിൽ ആളുകളെ കാണുന്നത് വരുന്ന ഞായറാഴ്ച 10 മണിക്കും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കാലത്ത് 6:30 ദിവ്യബലിക്ക് ശേഷവുമായിരിക്കും. കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് 10 മണിക്കൂറെങ്കിലും പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങി, അച്ഛന് വേണ്ടി ഒരു ജപമാലയും കരുണക്കൊന്തയും ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഒരുങ്ങി വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.